എല്ലാവർക്കും നമസ്കാരം. എസ്ട്രോ ലോജിക് എന്ന ഒരു ചാനലിലേക്ക്, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയ ദിവസമാണ്. അപ്പോൾ നമുക്കറിയാം, പത്രങ്ങളിലും മറ്റും ഒരു 2-3 ദിവസം മുമ്പേ തൊട്ട് പരസ്യങ്ങളും മറ്റും വരുമ്പോഴാണ് നമ്മൾ സ്വർണ്ണം എടുക്കേണ്ട ദിവസമായിട്ടാണ് അക്ഷയ തൃതീയനെ നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു അക്ഷയ തൃതീയയുടെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചിന്തിക്കാണ്ട്. അത് ആസ്ട്രോണമിക്കലി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയുന്നത്. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒറ്റവാക്കിൽ അക്ഷയ എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്തത് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ക്ഷയിക്കാത്തത്, അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്തത്, അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അക്ഷയ എന്ന് പറയുന്നത്. തൃതീയ നമുക്കറിയാം, ഒരു തിഥിയാണ്. സാധാരണ തിഥികൾ 15 ദിവസം വീതം പ്രഥമ തിഥിയ മുതൽ തിഥികളുണ്ട്. അതിലൊരു തിഥി മാത്രമാണ് തൃതീയ. അപ്പോൾ സൂര്യൻ്റെ ഏറ്റവും ഉച്ചമുള്ള ഒരു, ആസ്ട്രോളജിക്കലി ഞാൻ ആദ്യം തുടങ്ങട്ടെ. ഒരു സൂര്യൻ്റെ ഏറ്റവും ഉച്ചമുള്ളൊരു കാലഘട്ടം മേടാണെന്ന് നമുക്കറിയാം. ഏപ്രിൽ 14 തൊട്ട് മെയ് 14 വരെയുള്ള മേടമാസമായിരിക്കും സൂര്യൻ്റെ ഏറ്റവും ഉച്ചമുള്ള കാലഘട്ടം. അതേപോലെ തന്നെ ചന്ദ്രനും ഏറ്റവും ഉച്ചത്തിലേക്ക്, നമുക്ക് ഓരോ മാസവും ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തേക്ക് അതിൻ്റെ ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ മേടമാസത്തിൽ വരുമ്പോൾ മാത്രമേ രോഹിണി നക്ഷത്രത്തിലേക്ക് അതിൻ്റെ ഉച്ചത്തിലേക്ക് വരുമ്പോൾ മാത്രമേ സൂര്യനും ചന്ദ്രനും കൂടി ഉച്ചത്തിൽ വരുന്ന ഒരു അവസ്ഥ വരുള്ളൂ. ആ ഒരു കാര്യത്തിനാണ് ഞാനിതിലേക്ക് യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം മേടമാസത്തിലെ നമുക്കറിയാം, വൈശാഖ മാസം മേടമാസത്തിലാണ് വരിക. വൈശാഖ മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന വെളുത്ത പക്ഷത്തിലെ, ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ തൃതീയ ദിവസം, 3ാമത്തെ തൃതീയ ദിവസം ആണ് നമ്മൾ അക്ഷയ തൃതീയയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അതിനാണ് അക്ഷയ തൃതീയ. അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്നും നശിക്കാതെ നിലനിൽക്കാം. അന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്, അല്ലെങ്കിൽ സ്വർണം പോലെയുള്ള അമൂല്യ വസ്തുവകകൾ നമുക്ക് കൈവശം വരുന്നതിന്, അല്ലെങ്കിൽ നമുക്ക് മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ ഒരു പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അക്ഷയ തൃതീയനെ എടുക്കാറുണ്ട്. കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ചില ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ടൊരു സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസമായിട്ട് ആണ് ആളുകൾ അതിനെ മാത്രമാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ സമ്പത്തിൻ്റെയും അതുപോലെ സമൃദ്ധിയുടെയും ഒക്കെ ഒരു നശിക്കാത്ത ഒരു അവസ്ഥയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പുരാണങ്ങളിലേക്കൂടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പല കാര്യങ്ങളും അക്ഷയ തൃതീയ ദിവസങ്ങളിൽ നടന്നതായിട്ടും ഉത്ഭവിച്ചതായും പറയുന്നുണ്ട്. ആകാശഗംഗയെ ശിവന്റെ ശിരസിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച ദിവസം അക്ഷയ തൃതീയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ പാഞ്ചാലിക്ക് അക്ഷയ പാത്രം ഈ സൂര്യദേവൻ കൊടുത്തത് അക്ഷയ തൃതീയയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്നപൂർണേശ്വരി ദേവിയുടെ ജനനം അത് അക്ഷയ തൃതീയയിലായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ 6ാമത്തെ അവതാരം നമുക്കറിയാം, പരശുരാമന്റെ അവതാരം, 6ാമത്തെ അവതാരം സംഭവിച്ചത് ഈ അക്ഷയ തൃതീയയിലാന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ സമ്പത്തിന്റെ മുഴുവനും അധിപനായിട്ടുള്ള കുബേരന് ആ സമ്പത്തെല്ലാം ആദ്യമായിട്ട് കൈവന്ന ഒരു സമയം, അതും അക്ഷയ തൃതീയയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മഹാഭാരതം രചിച്ചു തുടങ്ങിയത് ഗണപതിയുടെ സഹായത്തോടു കൂടി മഹാഭാരതം ഗണിക്കുക മീൻസ് അത് എഴുതി തുടങ്ങിയത് അത് അക്ഷയ തൃതീയയുടെ അന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വിശേഷപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച കുറേ ചരിത്രം ആ ഒരു കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ശങ്കരാചാര്യരെ കുറിച്ച് നമുക്കറിയാലോ. നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ടുള്ള ആ ശങ്കരാചാര്യർ സ്വർണ്ണ നെല്ലിക്ക പൊഴിച്ച നെല്ലിക്ക വർഷം ചെയ്ത ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇവിടെ പറയും. കനക ധാര സ്തോത്രം രചിച്ചതും സ്വർണ്ണമഴ പെയ്യിപ്പിച്ചതുമെല്ലാം ഈ ഒരു ദിവസമാണെന്ന് പറയുന്നുണ്ട്. ദിവസത്തിന്റെ പ്രാധാന്യം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യന്റെയും ചന്ദ്രന്റെയും, അതായത് ആത്മാവിന്റെയും മനസ്സിന്റെയും, ആ രണ്ടുപേരുടെയും ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്കുള്ള ഒരു എഫക്ഷൻ ഉള്ള ഒരു സമയം തീർച്ചയായിട്ടും വൈശാഖ മാസത്തിൽ ആ ഒരു അക്ഷയ തൃതീയക്ക് ആ ഒരു വിശേഷപ്പെട്ട ഒരു കാര്യങ്ങൾ നടത്തി തരാൻ, അല്ലെങ്കിൽ നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. ആ ഒരു ദിവസ പ്രാധാന്യത്തും കൂടിയും അതുണ്ട്. അതിൻ്റെ ദിവസത്തിന്റെ അധിപനായിട്ടുള്ള സൂര്യനും അതുപോലെ ചന്ദ്രനും, അവർക്കെല്ലാം വഴിപാടുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ സൂര്യന് അർക്കശംഭു എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്രത്തിൽ വഴിപാടും കാര്യങ്ങളും ചെയ്യലും ഒക്കെ അതെല്ലാം നടക്കുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് ലക്ഷ്മി ക്ഷേത്രങ്ങളോ അഷ്ടലക്ഷ്മി ക്ഷേത്രങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അവിടെയുള്ള വഴിപാടുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഉത്തമമായിരിക്കും.
അതുപോലെ തന്നെ ദിവസനാഥനായിട്ടുള്ള സൂര്യനെ ബന്ധപ്പെടുത്തിയിട്ട് ആദിത്യ ഹൃദയ മന്ത്രങ്ങളൊക്കെ അന്നത്തെ ദിവസം അത് വളരെ ശുദ്ധിയോടുകൂടിയും മനസ്സിൻ്റെ ആത്മാർത്ഥതയോടു കൂടിയിട്ടും വിശ്വാസത്തോടു കൂടിയിട്ടെല്ലാം അത് ജപിക്കുന്നത് അത് അന്നത്തെ ദിവസം നല്ലതായിരിക്കും. സൂര്യവംശത്തിൽ ജനിച്ചതായിട്ടുള്ള ശ്രീരാമനെ ഭജിക്കാൻ അതും ശ്രീരാമചന്ദ്രൻ്റെ മന്ത്രങ്ങളോ ശ്രീരാമചന്ദ്രായ നമഃ പൊതുവായിട്ടുള്ള മന്ത്രങ്ങളോ മറ്റോ ജപിക്കുന്നതും അങ്ങനെയുള്ള ഇവിടെ തൃശ്ശൂരാണെങ്കിൽ തൃപ്രയാർ പോലെയുള്ള അല്ലെങ്കിൽ വടക്കുനാഥനിലുള്ള ശ്രീരാമക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പൂന്നത്തൊക്കെ ഉള്ളതായിരിക്കുന്ന ശ്രീരാമക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ഉള്ളതായിട്ടുള്ള ശ്രീരാമക്ഷേത്രങ്ങളിൽ വഴിപാടുകളും മറ്റും അന്നേ ദിവസം ചെയ്യുകയോ അല്ലെങ്കിൽ ശ്രീരാമൻ്റേതായിട്ടുള്ള മന്ത്രങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് ഒരു നിഷ്ഠയോടുകൂടി ഭജിക്കുകയോ എല്ലാം ചെയ്യുന്നത് അന്നത്തെ ദിവസം അത് നല്ലതായി. പിന്നെ തിഥിയുടെ അധിപൻ എന്നുള്ള നിലയ്ക്ക് തൃതീയയുടെ ഗൗരിയാണ് അതിൻ്റെ ആ ഒരു തിഥിയുടെ തൃതീയയുടെ ആധിപത്യം വഹിക്കുന്നത്. അതുകൊണ്ട് ഗൗരി പാർവതീ ദേവിക്കുള്ള വഴിപാടുകളോ കാര്യങ്ങളോ പാർവതീ ദേവിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും വഴിപാടുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതും ഈ ദിവസം നമുക്ക് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലികളും മറ്റും അന്നത്തെ ദിവസം ജപിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അമൂല്യമായിട്ടുള്ള വസ്തുവകകൾ മറ്റോ നമ്മൾ സ്വായത്തമാക്കുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ സ്വർണം വാങ്ങുന്നതിന് പോലെയുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ മറ്റോ തുടങ്ങി വയ്ക്കുന്നതിനും സാമ്പത്തികപരമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടക്കങ്ങൾ ചില കാര്യങ്ങൾക്ക് തുടക്കങ്ങൾ കുറിക്കുന്നതിനും മറ്റും അത് ഏറ്റവും വളരെ നല്ലൊരു ദിവസമായിരിക്കും ഈ അക്ഷയ തൃതീയ ദിവസം. ഓക്കെ, അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാ തരത്തിലും നമുക്ക് അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ സംരംഭം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും നമ്മളിലുള്ള എന്തെങ്കിലും ഒരു ദുശീലം കളയുന്നതിനും ഈ അക്ഷയ തൃതീയ നല്ലതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മാത്രമല്ല ഏതെങ്കിലും ഒരു ദുശീലം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദുശീലം ഒഴിവാക്കുന്നതിനും ഈ അക്ഷയ തൃതീയ നമുക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ സമൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.